അടൂർ കടമ്പനാട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്. ആ വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം പ്രതിഷേധങ്ങളൊക്കെ അങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് കനത്ത പോലീസ് ബന്ദോബസ്തോടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് എ വി ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, ഈ നമ്മുടെ പാലക്കാട്ടെ MLA കാണാനില്ല എന്നാണല്ലോ വാർത്ത. അപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും പാലക്കാട്ട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ വീട്ടിൽ തന്നെയായിരുന്നു ഏറെക്കുറെ ഒരു മാസത്തോളം സമയം ചെലവഴിച്ചത്. പക്ഷേ ഇത്തവണ എന്തായാലും നിലവിൽ രാഹുൽ ഇതുവരെ അടൂരിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വീടിന് മുന്നിൽ പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് പ്രതിഷേധ സാധ്യതയ്ക്ക് ഉൾപ്പെടെ കണക്കിലെടുത്താണ് നിലവിൽ ഒരു പോലീസിന്റെ കൺട്രോൾ റൂം വെഹിക്കിൾ വീടിന് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വിവിധ സംഘടനകളുടെ ഉൾപ്പെടെ പ്രതിഷേധം ഈ വീട്ടിലേക്ക് പോലീസ് സംശയിക്കുന്നു. ആ സാഹചര്യത്തിലാണ് പാലക്കാട് MLAയുടെ വീടിന് മുന്നിൽ ഒരു പോലീസ് കാവൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാഹുൽ കേരളം വിട്ടു എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പോലീസിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നത്. പക്ഷേ അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ എത്തിയത് ഈ വീട്ടിലായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ഉൾപ്പെടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഏറെക്കുറെ ഒരു മാസത്തോളം രാഹുൽ ഈ വീട്ടിൽ തന്നെ തുടർന്നു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തിരുവനന്തപുരത്തേക്ക് പോയി. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇരയുടെ വെളിപ്പെടുത്തൽ തന്നെ വീണ്ടും പൊങ്ങി വരുന്നു. പിന്നാലെ ആ ഇര തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിയിൽ ഇപ്പോൾ എന്തായാലും വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഈ കേരളത്തെ സംബന്ധിച്ച് ഈ അടൂരിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ഒരു യുവ നേതാവാണ് നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. ആ നേതാവ് എത്ര ഉയരത്തിൽ പോയോ അതേ ഉയരത്തിൽ താഴേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ അടൂരിനെ സംബന്ധിച്ച് വലിയ തോതിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സ്വാധീനം ഉണ്ടാകുന്ന, ഭാവിയിൽ ഒരു മന്ത്രി വരെ ആകുമെന്നൊക്കെ ഈ നാട്ടുകാർ പ്രതീക്ഷിച്ച അത്തരത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് അത് വലിയ രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടികൾക്കിടയിലും രാഹുൽ എവിടെ എന്നൊരു ചോദ്യമാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. എന്തായാലും അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല. ഇനി ഇങ്ങോട്ടേക്ക് എത്തുമോ എന്ന കാര്യം നിലവിൽ വ്യക്തതയില്ല. രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കളും ആളുകളൊക്കെ തന്നെ ഉള്ളത് ഈ അടൂരാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടും അടൂർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണത്തിനൊക്കെ സാധ്യതയുണ്ട്. പോലീസ് അടൂരിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ രാഹുൽ ഇവിടെ ഇല്ല. ഇനി രാഹുൽ എവിടെ എന്നൊരു ചോദ്യമാണ് സ്കെയിൻ ഇങ്ങനെ നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.